ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ മഴയായിരുന്നു. മഴയൊക്കെ ഇപ്പോൾ ഇച്ചിരി തോർന്നിട്ടുണ്ട് കേട്ടോ. നല്ല അന്തരീക്ഷമായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമൻറ്റിലൊക്കെ വന്നിട്ട് കുറേ പേര് വന്ന് പറയുന്നുണ്ട്, സുന്ദരനെ കെട്ടി, നിനക്ക് ചേരണ്ടവനെ കെട്ടണ്ടായിരുന്നോ, നീ സുന്ദരനെ കെട്ടിയിട്ടല്ലേ അവൻ നീ ഇട്ടേച്ച് പോയേ എന്നൊക്കെ. ആരാ ഈ സുന്ദരൻ? സുന്ദരൻ എന്ന് പറഞ്ഞാൽ ആരാ? പിന്നെ ഒരാൾ പറയുന്നത് കേട്ടു, ഏതൊരു പോസ്റ്റില് ഇന്നലെ മെനഞ്ഞിട്ട് ഇട്ട ഒരു പോസ്റ്റിൽ വന്ന് പറഞ്ഞിട്ട്, നിന്റെ അഹങ്കാരത്തിന്റെ ഫലമാണ്. ഞാൻ അഹങ്കാരിയാണോ ഇല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എന്നെ നേരത്തെ പരിചയമുണ്ടോ? ഒരു പരിചയവും ഇല്ലാത്തവരാണ് ഈ വന്നിട്ട് ഇങ്ങനെ കമ്പനിട്ടുകൊണ്ടിരിക്കുന്നത്. ആരെപ്പറ്റി ഒന്നും അറിയത്തില്ല. എൻ്റെ കാര്യം തന്നെയല്ല, വീഡിയോസ് ഇടുന്ന പലരെയും ചെന്ന് ചിലവർ എന്ന് പറയുന്നത്. പിന്നെ സുന്ദരൻ എന്ന് പറയുന്നത്, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സുന്ദരന്മാരാണ്, എല്ലാവരും സുന്ദരികളുമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആരും ദൈവം ആരെയും നീ വിരൂപയാ, നിനക്ക് കാലില്ല, നിനക്ക് കൈയില്ല, നീ പട്ടിണിക്കോലവാ, അല്ല നിനക്ക് ഇച്ചിരി സൗന്ദര്യം കൂടുതലുണ്ട്, നിന്നെ കുറച്ച് മുന്നോട്ട് നിർത്താം, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും അവിടുത്തെ മുമ്പിൽ എല്ലാവരും സമമാണ്. പിന്നെ എന്താ പറഞ്ഞേ, ഒരു കമന്റ് ഞാൻ കണ്ടു, തോപ്പിച്ചവർക്ക് മുമ്പിൽ ജയിച്ച് കാണിക്കണം. അടിപൊളി ഒരു പോസിറ്റീവ് കമന്റ്സ് ആണ്. അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആരുടെ കാര്യത്തിലായാലും ഞാനും അതേ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ പോസ്റ്റ് എഴുതി ഇടുന്നെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നെന്നോ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് തെറ്റിദ്ധരിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഞാൻ അങ്ങനെ ഇരിക്കുന്നത്, ഇപ്പം ഞാനിത് പറയുമ്പോൾ പറയും അവൾ അഹങ്കാരിയാന്ന് പറയും. അവൾ അഹങ്കാരിയാണ്, അഹങ്കാരം കൊണ്ടാണ് അവൾക്ക് ഇതെല്ലാം സംഭവിക്കുന്നത്, ഇനി അവൾക്ക് സംഭവിക്കാൻ വരും. സംസാരിക്കാതിരുന്നാൽ പറയും അവൾ മിണ്ടാപ്പൂച്ചയാണ്, അവൾ മിണ്ടാപ്പൂച്ചയായിട്ട് ഇരുന്നിട്ട് എന്താ പറഞ്ഞേ കലവടയ്ക്കാനാന്ന് പറയും. സംസാരിച്ചാൽ പറയും അവൾ അഹങ്കാരിയാന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിരിച്ചോടെ എന്നാൽ പറയും അവള് വേറെ തരമാണ് പിന്നെ പറയുന്നത്. പ്രതികരിച്ചു പോയാൽ അത് അതിനും കുഴപ്പം, പ്രതികരിക്കാതിരുന്നാലും കുഴപ്പം. നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാലും അതും പ്രശ്നം. ചിലപ്പോൾ ഓർക്കും ഒന്നിനും മറുപടി പറയണ്ട, ചിലപ്പോൾ ഓർക്കും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഓർക്കും ഇതിന് മറുപടി പറയണം, അങ്ങനെ വിചാരിക്കും. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് വലുതാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ആരുമില്ല സുന്ദരനും സുന്ദരിയൊന്നും ആരുമില്ല. ഈ പണഞ്ഞവെന്ന് പറഞ്ഞ സുന്ദരന്മാരൊന്നും അല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഓരോ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, എത്ര വിരൂപരെ സുന്ദരനാക്കാനും സുന്ദരിയാക്കാനും അതേപോലെ തന്നെ സുന്ദരന്മാരെ അതിലും മോശക്കാരാക്കാനും ഒക്കെ ഉള്ള എല്ലാ ആപ്പുകളും ഉണ്ട്, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പം അതുകൊണ്ട് അതൊന്നും ഓർത്തിട്ട് ആരും സുന്ദരനും സുന്ദരിയാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ, എനിക്കറിയാമല്ലോ അവർക്ക് എത്രമാത്രം സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആണെന്ന്. പിന്നെ ഒരനുഭവം വന്നിട്ടോ രണ്ടനുഭവം വന്നിട്ടോ മൂന്നനുഭവം ഞാനൊരു പോസ്റ്റ് എഴുതി ഇട്ടായിരുന്നു. വന്നതിൽ കൂടുതൽ വരാൻ തന്നെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും തളരുന്ന ആളുമല്ല, തളരാനൊട്ടും മനസ്സ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ തളർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നിനു വേണ്ടി ആർക്കു വേണ്ടി ജയിച്ചു തന്നെ കയറാനാണ് ആഗ്രഹം. മുകളിൽ ഒരാൾ ഇരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് തിരിച്ചു വിളിക്കുന്നോ അല്ലെ എന്ന് എനിക്കൊരു അവസ്ഥ തരുന്നോ അന്ന് വരേക്കും അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ നമ്മളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ട എന്നുള്ളത്. ആ ഒരു ആടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഞാൻ താഴ്ന്നു നിൽക്കത്തുള്ളൂ. ബാക്കി ആരും മുമ്പിൽ താഴ്ന്നു നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കാണപ്പെട്ട ഒരു ദൈവമാണ്. എൻ്റെ അമ്മയുടെ മുമ്പിലും നമുക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എന്ത് വന്നാലും നമുക്ക് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കരയാം, പറയാം, അല്ലെ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ അമ്മയുടെ ഒടുക്കത്തെ വഴക്കുണ്ടാക്കാം, പിണങ്ങിയിരിക്കാം, ഒക്കെ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം മറന്നിട്ട് ചെന്ന് ഓടി കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കുമ്പം അവിടെ തീരും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. അതുകൊണ്ട് തന്നെ
അമ്മ നമുക്ക് കൂട്ടുകാരിയുമാണ്, ദൈവമാണ്, നമുക്ക് എന്താ പറയുന്നത്, അമ്മയാണ്, നമുക്കെല്ലാം തികഞ്ഞ ഒരു സംഭവമാണ് അമ്മ. അല്ലാതെ എനിക്ക് വേറെ ആരെ പറ്റിയും എൻ്റെ മക്കളെ പറ്റി പോലും ഞാൻ ചിന്തിക്കത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവരൊക്കെ വ്യക്തികളാണ്. ഈ മക്കളെന്ന് പറയുന്നവരൊക്കെ വ്യക്തികളാണ്. അവരൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ അവരുടേതായ ലൈഫ് നോക്കി പോവും. അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ അവർ ഏർപ്പെടും. അവർക്ക് പിന്നെ അമ്മയെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ അമ്മയെന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് നാളെ അവരുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് എന്നതിലെ കുറവുകളും കുറ്റങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അവർ സ്വീകരിച്ചോട്ടെ, അതേ ഉള്ളൂ. അതായത് അവർ എന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം, അല്ലെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇരിക്കണം, അതിനൊക്കെ ഒരു ലിമിറ്റും ഉണ്ട്. പറക്ക മുറ്റുന്ന പ്രായത്തിലാണ് നമ്മൾ അവരെന്നും പറഞ്ഞിരിക്കുന്നത്. പറക്ക മുറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വ്യക്തികളാണ്. അപ്പോൾ എനിക്ക് അത് അവരെ പറ്റിയും ചിന്തയില്ല. എൻ്റെ സഹോദരനെ പറ്റിയോ എൻ്റെ മക്കളെ പറ്റിയോ ഒന്നും ചിന്തയില്ല. പക്ഷേ എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ ചിന്തിക്കും. അമ്മയെപ്പറ്റി എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് നിറവേറ്റി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്വപ്നങ്ങളുണ്ട്. അതിലൊരു കുഞ്ഞി ആഗ്രഹം ഞാൻ സാധിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ കൂടി ഞാൻ വിളിച്ചു, അമ്മ എപ്പോഴാണ് വരുന്നത്, അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് നിങ്ങളെയും കാണിക്കാം. അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് അത് ഞാൻ സാധിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല, എങ്കിലും അമ്മ ഒരു കുഞ്ഞി ആഗ്രഹം പറഞ്ഞതാണ് അത്. പക്ഷെ അമ്മയുടെ വലിയൊരു ആഗ്രഹം കേട്ടോ, അത് ഞാൻ സാധിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്ക് അല്ലാണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അപ്പം അവർ നമ്മുടെ രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്നതാണ് കുടുംബം. രണ്ട് സ്വഭാവങ്ങളാണ്, രണ്ട് ചിന്താഗതിക്കാരാണ്. ഇവർ തമ്മിൽ ചേർന്ന് എന്തായാലും പല പല പ്രശ്നങ്ങളുണ്ടാകും. ചിലത് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും, ചിലത് പഴയ സ്നേഹം അതേപോലെ കൊണ്ടുപോകും, ചിലവർ തമ്മിൽ വേർതിരിഞ്ഞു പോകും. അപ്പം ഇതൊക്കെ ഞാൻ ഇവിടെ വരെ എത്തിയ കാഴ്ചപ്പാട് അല്ല അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞിട്ട് ഞാൻ അയ്യോ അതോർത്തിട്ട് തളർന്നിരിക്കുവാണെന്നുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ പേര് IB-യിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നലെ ഒരാൾ നിരന്തരം വന്ന് കോൾ ചെയ്യുക. ഞാൻ ചെന്ന് പറഞ്ഞു എന്നെ കോൾ ചെയ്യരുത്, എനിക്കിഷ്ടമല്ല, കോൾ ചെയ്യണ്ട, എനിക്കിഷ്ടമല്ല, എന്നെ കോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കാതെ വീണ്ടും നിനക്ക് എന്താ ഒന്ന് കോൾ എടുത്താൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനോട് ചോദിച്ചു ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. പിന്നെ അയാൾ അനങ്ങാതെ പോയത്. അപ്പം അത്രയും. പിന്നെ ഒരാൾ ബിജുവോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാൾ ഒരു പോസ്റ്റിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടേക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, നിനക്ക് ബ്ലോക്ക് ചെയ്ത് പോകരുതോ, നീ എന്തിനാ എന്നെ എന്തിനാ ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. ഞാൻ അപ്പം തന്നെ കയറി അയാളെ IB നോക്കിയപ്പോൾ എൻ്റെ ഒരു മെസ്സേജ് അയാളുടെ IB-യിൽ പോയിട്ടില്ല. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മെസ്സേജ് അയാളുടെ IB-യിൽ പോയിട്ടില്ല. പക്ഷെ അയാൾ നിരന്തരം മെസ്സേജ് ഇട്ടേക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ കോളൊന്ന് അറ്റൻഡ് ചെയ്യരുതോ, നിനക്ക് ജാടയാണോ, I love you എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ ഇതുകളൊക്കെ ഇട്ടേക്കുന്നത്. ഇതൊക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാവരും എൻ്റെ കുടുംബത്തെ അംഗങ്ങളാണല്ലോ. എന്നെ കുത്തി എന്താ പറഞ്ഞ പണ്ടുള്ളവർ പറയുമ്പോൾ സ്വന്തം പലയുടെ കുത്തി മണപ്പിക്കുന്നു എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവം പാടില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ്. എൻ്റെ കുടുംബത്തെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും, എൻ്റെ കൂടപ്പിറപ്പുകളാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ കൂടെ എന്നെ ചേർത്ത് നിർത്തേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ സഹിയിടുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. എന്നാലും ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ഞാൻ ഇവിടെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇടുവാണെങ്കിൽ, ഇതുപോലൊരു വീഡിയോ ഇടുവാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഞാൻ കൊണ്ടിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് ചെയ്യത്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇവരൊക്കെ എൻ്റെ കുടുംബത്തെ ആൾക്കാരാണ്. അവരടുത്തൊന്നും ഞാൻ അങ്ങനെ പാടില്ല എന്ന് അന്ന് എനിക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളായിരുന്നു. പക്ഷെ ഞാനിത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശരിയാണ്, പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് അറിയത്തില്ല നമ്മളെങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമുക്കത്, അല്ലെങ്കിൽ ഒരു പഴയ ഒരു കാര്യം ഓർമ്മയിൽ വരുമ്പോൾ അത് നമ്മൾ ഓടി വന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ വന്നിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അതേപോലെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, ഒരിക്കലും മരണത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. രോഗം വന്ന് മരണതുല്യമായിട്ടൊരു ആളായത് ഞാൻ. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടും കറുപ്പാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞത് ആ അവസ്ഥയിലൊക്കെ എനിക്ക് രോഗാവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ക്ഷീണിച്ച് കറുത്ത് മെലിഞ്ഞിട്ടൊക്കെ ഇരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ നിങ്ങൾ കറുത്ത എന്നെ കാണുന്ന ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയുടെ പകുതിയില്ല.
ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരിയെങ്കിലും ശരീരമുണ്ട്, ഇച്ചിരിയെങ്കിലും കളറുണ്ട്. അതൊന്നും ഇല്ല. കവളൊക്കെ ഒട്ടിയിട്ട് കണ്ണൊക്കെ കുഴിഞ്ഞിട്ട് കോലം മാത്രമായിരുന്നു. അയാൾ പറഞ്ഞതിലും തെറ്റൊന്നും ഇല്ലായിരുന്നു എനിക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, വന്ന് ആദ്യത്തേത് പോയി, പിന്നെ ഇപ്പോൾ ഒന്ന് വന്നു അതും പോയി എന്ന് മനസ്സിലായിരുന്നു പറഞ്ഞിട്ട്. എന്തറിഞ്ഞിട്ടാണ് ഇവർ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏത് പോയിൻ്റെ കാര്യം ഇവർ പറയുന്നതെന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഇപ്പോഴത്തെ ലൈഫിനെ പറ്റി ഞാൻ ഒന്നും ഇവിടെ പറയുന്നില്ല. ഇപ്പോഴത്തെ ലൈഫിലെപ്പറ്റി ഒരു കാര്യം ഞാൻ പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ കാണാറുണ്ടോ, മിണ്ടാറുണ്ടോ, വിളിക്കാറുണ്ടോ, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇഷ്ടമാണോ, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭാര്യയും ഭർത്താവുമാണോ എന്നൊന്നും നിങ്ങൾക്കറിയത്തില്ല. അറിയാവുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, എൻ്റെ ചേച്ചിപ്പെണ്ണ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മക്കൾക്കും അറിയാം, എൻ്റെ അമ്മയ്ക്കും അറിയാം, പിന്നെ ആ വ്യക്തിക്കും അറിയാം. അതിനെപ്പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. എൻ്റെ മക്കളുടെ അച്ഛൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം. മറ്റേതിനെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയത്തില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പം കഥയറിയാതെ ആട്ടം കാണുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ കല്യാണത്തിനെ പറ്റി പറയുന്നുണ്ട് ഞാൻ, അല്ലേ? ആ ജീവിത സാഹചര്യത്തിൽ എനിക്കുണ്ടായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിള്ളേർ കുഞ്ഞായിരുന്ന സമയത്താണ് ആത്മഹത്യ ചെയ്യാൻ പോയത്. ആ കഥയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ. ഇന്നിപ്പോൾ പിള്ളേർ ഒരാൾക്ക് ജോലിയുണ്ട്, ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ട് അത്രേ ഇതായി. അവർ 5ലും 8ലും 5ലും 1 2 മറ്റൊക്കെ പഠിക്കുന്ന പ്രായത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് എന്താ ഏതാ ഒന്നും അറിയാൻ വയ്യാതെ വന്നിട്ട് ഇത് പക്കാവട തിന്നുന്നു. മഴയൊക്കെ ഇല്ല, വെറുതെ പക്കാവട തിന്ന. അപ്പം വെറുതെ അവരൊന്നും ചിന്തിക്കണ്ട. കഥ അങ്ങനൊന്നും അല്ല. അപ്പോൾ ശരി എന്നാ, ഓക്കെ, ബൈ.